ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് ICU കിടക്കുവാന്നിരിക്കട്ടെ. ICU കിടക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് നമ്മുടെ MLA PC ചെറിയാൻ പാസ്റ്ററെ കാണാൻ വേണ്ടി വരിക. അദ്ദേഹം വന്നിട്ട് ചോദിക്കുക, ചെറിയാച്ചൻ പാസ്റ്ററെ സ്വർണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ എന്ന് ചോദിച്ചാൽ, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ദൈവദാസന്മാരിൽ ഒരാൾ മൈക്കിലൂടെ വായിച്ച് കേൾപ്പിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയും. വേദപുസ്തകത്തിലെ ഏറ്റവും ആരംഭത്തിലുള്ള പുസ്തകമെന്ന് പറയാവുന്ന പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകം ലോക മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നെങ്കിലും പ്രാചീന വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമെന്ന് പറയാവുന്ന ഇയ്യോബിൻ്റെ പുസ്തകം മുഴുവൻ ചോദ്യങ്ങളുടെ പുസ്തകമാണ്. ദൈവത്തോട് പിശാച് ചോദിക്കുന്നു, പിശാചിനോട് ദൈവം ചോദിക്കുന്നു, ഇയ്യോബിനോട് ഭാര്യ ചോദിക്കുന്നു, ഇയ്യോബ് സ്നേഹിതന്മാരോട് ചോദിക്കുന്നു, സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിക്കുന്നു. അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അക്കാലത്ത് ഏറ്റവും ധനാഢ്യനായിരുന്ന മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തെ ദൈവം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്നേഹിതൻ 3000 ഒട്ടകമുള്ള 7000 ആടുള്ള ഇയ്യോബെന്നല്ല. ഇവിടുത്തെ സാമ്പത്തികമല്ല ദൈവത്തിൻ്റെ പരിചയപ്പെടുത്തൽ. ദൈവം പറയുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ ദൈവഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും, പ്രൈസ് ദി ലോർഡ്, നേരുള്ളവനും, ഒരല്ലേലൂയ പറയണം. ദൈവം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് അവൻ്റെ ഈ ലോകത്തിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ സാമ്പത്തികമോ നോക്കിയല്ല, അവനും ദൈവവുമായിട്ടുള്ള ബന്ധം നോക്കിയാണ്. ഇന്ന് രാത്രി ദൈവവുമായി അങ്ങനെ ബന്ധമുള്ള എത്ര പേരുടെ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ടു. ഒരു സുപ്രഭാതത്തിൽ 10 മക്കളും ഒന്നിച്ച് മരിച്ചുപോയി. 7 ആൺമക്കളും 3 പെൺമക്കളും ഒന്നിച്ച് മരിച്ചു. 7000 ആടുകൾ ഒന്നിച്ച് നഷ്ടപ്പെട്ടു. 3000 ഒട്ടകം ഒന്നിച്ച് നഷ്ടപ്പെട്ടു. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ 1000 കാളകളും 500 കഴുതകളും എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, തൻ്റെ ദേഹം മുഴുവൻ പുഴുക്കളരിക്കുന്ന വ്രണങ്ങൾക്ക് വിധേയനായി നെറുകം മുതൽ കാൽപാദം വരെ വ്രണങ്ങളാൽ നിറയപ്പെട്ട് ഓട്ടുചിരട്ട കൊണ്ട് താൻ വ്രണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട് തീക്കിരയായി. അങ്ങനെ 1-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങൾ മാത്രം, പ്രതീക്ഷിക്കാനുള്ളതൊന്നുമില്ല. ആശയറ്റവനെ പോലെ നിൽക്കുമ്പോഴും താൻ ദൈവത്തോടുള്ള ഭക്തി വിട്ടുകളയാതെ ഭക്തി മുറുകെ പിടിച്ചു. സ്നേഹിത, സഹോദര, ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഒരു പക്ഷെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, എല്ലാം ഒഴുകിപ്പോയെന്ന് വന്നേക്കാം, എല്ലാം നിന്നെ കൈവിട്ടു പോയെന്ന് വന്നേക്കാം. പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ നീ ഒരിക്കലും പാപം ചെയ്യല്ലേ. അവിടെ പുസ്തകം പറഞ്ഞിരിക്കുന്നു, ഇതിലൊന്നും ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്തില്ല. അവനവൻ്റെ ഭക്തി മുറുകെ പിടിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. അവനെ കാണാൻ കുറേ സ്നേഹിതന്മാർ വന്നു. അവരെല്ലാം ഇയ്യോബിനെതിരായിട്ട് സംസാരിച്ചു. അവൻ്റെ വ്രണത്തെ കുത്തുന്ന പുഴുവിനേക്കാൾ പറഞ്ഞവരുടെ നാക്കിൻ്റെ കുത്ത് അവൻ്റെ ഹൃദയത്തിൽ ആഴമായ മുറിവുണ്ടാക്കി. പക്ഷെ പ്രതികരിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 38-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഒരു ചുഴലിക്കാറ്റിൽ ഇയ്യോബിൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നത്. ആ ഇയ്യോബിനോട് ഇത്രയും പേര് ചോദ്യമാ. 1-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ ചോദ്യങ്ങൾ തന്നെയാ. പക്ഷെ 38-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇറങ്ങി വന്ന തമ്പുരാൻ 38, 39, 40, 41 4 അധ്യായങ്ങളിൽ 73 ചോദ്യം ഇയ്യോബിനോട് ചോദിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. ഹൃദയം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. വീടിൻ്റെ മുറ്റത്ത് 10 ശവക്കുഴികൾ അടച്ചു വെച്ചിരിക്കുന്നു. താൻ ഓമനിച്ച് വളർത്തിയ 10 പിള്ളേരുടെ ശവങ്ങൾ അടക്കിയ ശവക്കലറ കിടക്കുന്നു. ഇപ്പുറത്ത് കന്നാലിയുടെ തൊഴുത്ത് അടഞ്ഞു കിടക്കുന്നു. അപ്പുറത്ത് ഒട്ടകത്തിൻ്റെ കൂട് അടഞ്ഞു കിടക്കുന്നു. ഇവിടെ ആടിൻ്റെ കൂട് അടഞ്ഞു കിടക്കുന്നു. ദേഹം വ്രണമായിരിക്കുന്നു. ഇന്നലെ ചെക്ക് എഴുതി കൊടുത്തവന്, നോട്ട് എണ്ണി മാറ്റിയവന് ഓട്ടിയറട്ട കൊണ്ട് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് വ്രണം ചൊറിയുന്നു. അവൻ്റെ അടുക്ക് തമ്പുരാൻ വന്നപ്പോൾ കുറെ ചോദ്യം ചോദിക്കാതിരിക്കണ്ടേ? പക്ഷെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് 4 അധ്യായത്തിലായിട്ട് 73 ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യം ചെറുത് വായിച്ച് നമുക്കൂടെ ചിരി വരും. വ്രണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ചോദിക്കുകയാണ്, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഹലോ, 10 ശവക്കുഴി നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ചോദിക്കും, ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഉറപ്പിക്കട്ടെ, ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് ICU കിടക്കുവാന്നിരിക്കട്ടെ. ICU കിടക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് നമ്മുടെ MLA PC ചെറിയാൻ പാസ്റ്ററെ കാണാൻ വേണ്ടി വരിക. അദ്ദേഹം വന്നിട്ട് ചോദിക്കുക, ചെറിയാച്ചൻ പാസ്റ്ററെ സ്വർണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ എന്ന് ചോദിച്ചാൽ
അനീഷ് പാസ്റ്ററെ, ഞാൻ ICU കിടക്കുക, ഓക്സിജൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്സിജന് വേണ്ടി കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്ന MLA ചോദിക്കുക, സ്വർണത്തിൻ്റെ വില 500 രൂപ ഗ്രാമിന് കൂടി, പാസ്റ്റർ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചാർന്ന സ്ഥിതി. ഇവിടെ വ്രണം പിടിച്ച് ഓരോ വ്രണത്തിൻ്റെ വായിക്കൽ പുഴുക്കൾ ഞൊളച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ഓട്ടുകയറിൻ്റെ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, 10 ശവക്കുഴി മിന്നെ കിടക്കുന്നു, കൈനാരിക്കുഴോട് കൂടും തൊഴുത്തുമെല്ലാം കാടി കിടക്കുമ്പോൾ നീ വേദന അനുഭവിക്കുന്ന മനുഷ്യരോട് ദൈവം ചോദിക്കുകയാണ്, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? നിനക്കതിന് രുചി വരുത്താൻ കഴിയുമോ? ചോദ്യങ്ങളുടെ ഒരു 73 ചോദ്യങ്ങളുടെ പട്ടിക. ചോദ്യം കേട്ട മനുഷ്യൻ ഇന്നലെ സ്നേഹിതന്മാരുടെ ഉത്തരം പറഞ്ഞായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യത്തിനും സ്നേഹിതന്മാരുടെ ഉത്തരം പറഞ്ഞു. അവൻ അവൻ്റെ ഭാര്യയോട് ഉത്തരം പറഞ്ഞു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, അവൻ കൈകൊണ്ട് വാപൊത്തി. ചോദ്യങ്ങളുടെ പരമ്പരകൾ നീണ്ടപ്പോൾ ഇയ്യോബ് കൈകൊണ്ട് വാപൊത്തിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് സകലതും കഴിയും എന്ന് ഞാൻ അറിയുന്നു, എനിക്കൊന്നും കഴിയത്തില്ല. ഇന്ന് രാത്രി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ഇതിനകത്ത് ഒന്ന് പ്രതികരിച്ച് ദൈവത്തിനെല്ലാം കഴിയും. എന്താ ചോദ്യം? കടലിന് നീയോ പൊടിമണ്ണ് കൊണ്ട് അതിരിട്ടത്? ഭൂമിക്ക് നീയോ വൃത്തം വരച്ചത്? അത് സൃഷ്ടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മഹേരത്തിന്റെ ചങ്ങല നിനക്കഴിക്കാമോ? കാർത്തികയുടെ ബന്ധനം നിനക്കഴിക്കാമോ? ഇങ്ങനെ ചോദ്യങ്ങളുടെ പട്ടിക വന്നപ്പോൾ അവൻ വായ്ക്ക് കൈപൊത്തി പറഞ്ഞു, നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലതും കഴിയും. രണ്ടാമത്തെ വാക്ക്, നിനക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇന്ന് രാത്രി പ്രാരംഭ രാത്രിയിൽ എനിക്കൊരു ദൂത് പറയാനുണ്ട്. എല്ലാം കഴിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം. നിന്റെ ജീവിതത്തെ ഉഴുതുമറിച്ച പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ തകരാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നീ കരുത്തുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി രാത്രി മാറ്റുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നുമില്ലാത്തവന്റെ വീട്ടിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന തമ്പുരാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, നീ ഒരു അസൈൻമെന്റ് ആയിട്ട് എഴുതി തരണം, ഇതൊരു തിസീസാക്കി അടുത്ത ദിവസം എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പോയില്ല കേട്ടോ. സ്തോത്രം. ചോദ്യങ്ങൾ ചോദിച്ചവനോട് വായിച്ച വാക്യം കേട്ടോ, ഇയ്യോബിനുള്ളതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. സ്തോത്രം. എൻ്റെ ദൈവം നിന്നെ കുറെ ചോദ്യം ചോദിപ്പിച്ച് ഉത്തരം മുട്ടിച്ചേച്ച് പോകുന്നവനല്ല. ഇന്നലകളിൽ ശത്രു വരുത്തിയ കേട് മുഴുവൻ മാറ്റി നിന്റെ സ്ഥിതി ഒറ്റ രാത്രി കൊണ്ട് മാറ്റുന്നവനാ. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അപകരിക്കപ്പെട്ടത്, മോഷ്ടിക്കപ്പെട്ടത്, പിശാച് കവർന്നു കൊണ്ടുപോയത് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇരട്ടിയായി മടക്കി തരുവാൻ. ഞാൻ വിവരിക്കുന്നില്ല സ്നേഹിതരെ. 1-ാം അധ്യായത്തിൽ 7000 ആടാ പോയെ. 73 ചോദ്യങ്ങൾ ചോദിച്ച തമ്പുരാൻ 42-ാം അധ്യായത്തിൽ 14,000 ആടിനെ തിരിച്ചു കൊടുത്തു. 1-ാം അധ്യായത്തിൽ 3000 ഒട്ടകമാ പോയത്. 73 ചോദ്യം ചോദിച്ച തമ്പുരാൻ 42-ാം അധ്യായത്തിൽ 6000 ഒട്ടകത്തെ മടക്കി കൊടുത്തു. ഇന്ന് രാത്രിയിൽ ചോദ്യം ചോദിച്ച് നിന്നെ അല്ലെങ്കിൽ മൂക്കുകൊണ്ട് ഇഷാറ എഴുതിക്കാനല്ല ദൈവം ഇറങ്ങി വന്നത്. നിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം, പിശാച് അപകരിച്ചതെല്ലാം, തീ കൊണ്ട് കത്തിയതല്ല ഇരട്ടിയായി മടക്കി തരുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരം ആത്മാവിൽ അടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ സ്ഥിതി മാറ്റുവാൻ. ഞാൻ ഈ ദൂത് പറയുമ്പോഴും നിന്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ചില സ്ഥിതി ദൈവം മാറ്റുമെന്ന് ആത്മാവ് പ്രാരംഭ ദിവസം പ്രവചനാത്മാവി പറയുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ കൂടപ്പെട്ട അഭിഷക്തന്മാർക്കായി സ്തോത്രം, കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഈ ശബ്ദ സീമയ്ക്കകത്ത് ആരെല്ലാം വചനം കേൾക്കുന്നുവോ അവർക്കെല്ലാം, ഈ ചുറ്റുപാടുകൾക്കെല്ലാം, ഈ ദേശത്തിനെല്ലാം ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ, ദുരാത്മ ശക്തികൾ വിട്ടുമാറട്ടെ, ദുരാത്മ മണ്ഡലങ്ങൾ പൊട്ടിമാറട്ടെ, ദൈവാത്മ ശക്തിയുടെ വ്യാപാരം ഈ ശബ്ദപരിധി നിറയട്ടെ. ലൈവിൽ കാണുന്നവരുടെ കൂടാരങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഈ ജനത്തിന്റെ സ്ഥിതി മാറട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് നിന്റെ വചനമാണെങ്കിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ വിതച്ചതെല്ലാം ആർപ്പോടെ കൊയ്യുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റും. മഹത്വം അങ്ങെടുക്കും, അഭിഷിക്തനെ ഉപയോഗിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.